AI ഫോട്ടോ വിവാദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട N സുബ്രഹ്മണ്യൻ ജാമ്യം കിട്ടി പുറത്തേക്ക്. കേരളത്തിലെ തന്നെ സീനിയർ നേതാവുമായ ശ്രീ N സുബ്രഹ്മണ്യനെതിരെ പിണറായി വിജയന്റെ പോലീസ് സ്വീകരിച്ച നടപടി അന്യായവും അകാരണവുമാണ്. ഈ നടപടി ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. അർഹിക്കുന്ന അപകടനോടുകൂടി ഞങ്ങൾ തള്ളുകയാണ്. ഒരു കാര്യം ഓർപ്പിക്കുന്നു, അകാരണമായ ഈ നടപടിക്ക് കടുത്ത വില പോലീസ് നൽകേണ്ടി വരും. N സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഒരു വലിയ കുറ്റവാളിയെപ്പോലെ രാവിലെ പോയി വളഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രഭാത കൃത്യങ്ങൾക്ക് പോലും സമയം കൊടുക്കാതെ കസ്റ്റഡി എടുത്തുകൊണ്ടുവന്ന പോലീസുകാരൻ ഓർത്തിരുന്നോളൂ, അതിന് കനത്ത വില നൽകേണ്ടി വരും. CPM കുറിച്ച് പറയാം. ഇന്ന് പല പഞ്ചായത്തുകളിലും അധികാരം നഷ്ടപ്പെട്ട ദിവസമാണ്. അത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ NS നടപടി. NSനെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളൊക്കെ തൂത്തുവാരുകയാണ് ജില്ലയിൽ UDF. അതിൽ നിന്നും വാർത്ത തിരിക്കുവാനുള്ള ഒരു അടവ് കൂടിയായിരിക്കാം ഇത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, എന്ത് ജാമ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയോന്നറിയില്ല. ഞങ്ങൾ പോയി സംസാരിച്ചു, കൂട്ടി വന്നു, അദ്ദേഹം മൊഴിയെടുത്തു. ഇനി കേസ് രജിസ്റ്ററുണ്ടല്ലോ, അതുകൊണ്ടല്ലേ കേസിലെ FIR-ൽ എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തൊരു കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ പോയി അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടി കേരളത്തിലെ നീതി നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് വിട്ടു. N സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസറുണ്ട്. N സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരികയാണ്. കോൺഗ്രസ് അത് ആഘോഷമാക്കുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് മറുവശത്ത് പോലീസിന്റെ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പേരിൽ AI ചിത്രം പുറത്തുവിട്ടവർക്കെതിരെ കൂടുതൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസ് കേന്ദ്രങ്ങളും സൂചന നൽകുന്നു. എന്തായാലും സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ വിവാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇത്തരം ചിത്രങ്ങൾ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് മടങ്ങി വരാം വാർത്തകളിലേക്ക്.